ഹലോ, ഇന്നലെ എൻ്റെ വീട്ടിൽ ഇക്കാക്ക അമ്മായി വന്നിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക അമ്മായി വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലെ ജോലി ഒന്നും എന്നെ കൊണ്ടോ ഉമ്മാനെ കൊണ്ടോ ഒന്നും ചെയ്യിക്കില്ല ഇക്കാക്ക. അങ്ങനെ ഇതാ എൻ്റെ അമ്മായി നല്ല ചൂട് കട്ടൻ ചായയും കൊണ്ട് വന്നിട്ടുണ്ട്. ഇതാ ഇക്കാക്ക അമ്മായി നെജമോളും കൂടി ചായ കുടിച്ചുകൊണ്ടിരിക്കാന്ന്. ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ ഇക്കാക്ക ഒരുപാട് കത്തിച്ച് വിടുന്നുണ്ട്. ഇക്കാക്ക ഒരുവിധം കുറേയൊക്കെ ബടായിയൊക്കെ പറയുന്ന കൂട്ടത്തിൽ പെട്ടുക. പേരും അതുപോലെ ഈ പ്രൊഡക്റ്റും ആളുമായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇതാ രജമോള് ആ ചായൻ്റെ കടി എടുത്തിട്ട് ഇതെന്താ സാധനം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കോഴിക്കാല് എന്ന്. അപ്പോൾ കോഴിക്കാല് എന്തുകൊണ്ട് പേര് വന്നിന്നൊന്ന് ചോദിച്ചു പോയി എൻ്റെ ഇക്കാക്കാനോട്. പിന്നെ തുടങ്ങിയില്ലേ അതിന് ഒരു 100 കൂട്ടം കഥകൾ. കോഴിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കിഴങ്ങ് കൊണ്ടുണ്ടാക്കിയ ഒരു കടിയാണത്. അതിനാണ് കോഴിക്കാല് ഇതിന്റെ പേര്. ചില ആളുകൾ പേരൊക്കെ ഉണ്ട്, സുന്ദരി സുന്ദരൻ എന്നൊക്കെ. അപ്പൊ അത് പേരുമായിട്ട് വലിയ ബന്ധമില്ല ഒന്നിനും. അങ്ങനെ ഇതാ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇതാ അമ്മായി ഇവിടെ വന്നാൽ അമ്മായിൻ്റെ ഏറ്റവും വലിയ പണി പാത്രം കഴുകലാന്ന്. ആ എക്സ്പ്രഷനാണ് മൂത്ത്. ഇവിടെ വന്നതിനേക്ക് പാത്രം കഴുകുന്ന സമയം ഉണ്ടാവല്ലേ. പിന്നെ ഇതാ ഭാര്യ ഭർത്താവും കൂടി രാത്രിയൊക്കെ ചിക്കൻ്റെ ഇറച്ചിച്ചോറ് വെക്കുന്ന തിരക്കിലാണ്. അല്ല, പാചകത്തിനടുത്ത് നമ്മളെ ഒരു ക്ലബിന്റെ കളിയുണ്ട് 3-ാം തീയതി. അപ്പോ അതിനെ കുറിച്ചിട്ട് സംസാരിക്കായിരുന്നു. പിന്നെ കിട്ടുന്ന ടൈമൊക്കെ ഇക്കാക്കാൻ്റെ പണി ഇതാ അതിനുൻ്റെ കൂടെ കളിച്ചോണ്ടിരിക്കുകയാണ്. അതിനും ആദ്യമൊക്കെ പോകാൻ പഠിച്ചെങ്കിലും പിന്നെ ഇക്കാക്കായിട്ട് അടുത്തപ്പോൾ ഇക്കാക്കാനെ വിട്ടതേ ഇല്ല. അമ്മായി ഇതാ ഇറച്ചിച്ചോറിന് വേണ്ടിയുള്ള തേങ്ങാ ചട്നിക്ക് വേണ്ടി തേങ്ങ ചിരകിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കാക്ക ഇതാ അടിപൊളി ഇറച്ചിച്ചോറ് റെഡിയാക്കി കഴിഞ്ഞു. നല്ല സൂപ്പറായിരുന്നു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇറച്ചിച്ചോറാക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അങ്ങനെ നെജമോള് പറഞ്ഞു ഓക്ക് റീൽസ് ചെയ്യണമെന്ന്. അങ്ങനെ ഓളുടെ റീൽസൊക്കെ ഞാനിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഇക്കാക്ക വന്നതിന് ഞങ്ങളിങ്ങനെ പുറത്തൊക്കെ പോകാറുണ്ട്. പക്ഷേ ഇന്നലെ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഈ വീഡിയോൻ്റെ ഫുള്ളും എൻ്റെ ചാനലിലുണ്ട്, എല്ലാവരും ഒന്ന് പോയി കണ്ടേക്കണേ.